സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാണ് എല്ലാവർക്കും സുഖല്ലേ? കൂട്ടുകാരെ, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വന്നത്. 10th ലെവൽ പ്രിലിംസ് 2025 4 ഘട്ടങ്ങൾ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ വർഷം വരാൻ പോകുന്ന 10th ലെവൽ പരീക്ഷകളെ അതിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികള് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇതൊരു പെയ്ഡ് ക്ലാസിന്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യമല്ല, മറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. ടൈം ടേബിൾ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് കൊടുക്കും. സ്റ്റഡി പ്ലാൻ പറയുന്നതാണ്. അതൊക്കെ കൂട്ടുകാർ കേട്ടു നോക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് തോന്നിയാൽ മാത്രം അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നോക്കൂ, 10th പ്രിലിംസ് കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ആശങ്കയായിരിക്കും അവരുടെ പ്രിലിംസിന്റെ റിസൾട്ട് കട്ട് ഓഫ് എത്രയായിരിക്കും, ഞങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ഒരുപാട് പരീക്ഷകളിലേക്ക് വേണ്ടിയിട്ടാണ് പ്രിലിംസ് നടന്നത്. അപ്പൊ എല്ലാ പരീക്ഷയെ കുറിച്ച് ഞാൻ ജനറൽ ആയിട്ട് പറയുന്നില്ല, മറിച്ച് സെക്രട്ടേറിയറ്റ് വഴി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പരീക്ഷയാണ്. ആ ഒരു പരീക്ഷയെ സംബന്ധിച്ച് എൻ്റെ ഒരു ചെറിയ നിഗമനം, നമ്മുടെ പ്രധാനപ്പെട്ട അധ്യാപകരെല്ലാം വിശദമായിട്ട് കട്ട് ഓഫും കാര്യങ്ങളും പറയും. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയേണ്ടവര് അവരെ തന്നെ ആശ്രയിക്കണം. നോക്കൂ, പല ഘട്ടങ്ങളിലും പരീക്ഷകളിൽ ചിലതൊക്കെ അത്യാവശ്യം പ്രയാസമുള്ള ഘട്ടമായിരുന്നു, എന്നാൽ ചില ഘട്ടങ്ങൾ വളരെ എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് പറയുന്നത് ഓരോ ഘട്ടത്തിലും വ്യത്യസ്തമാണ്. ആദ്യം തന്നെ അത് പറയാണ്, ഒരു 60-65 മാർക്കിന് മുകളിലൊക്കെ വാങ്ങിയവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പൊ പ്രിലിംസ് ആയതുകൊണ്ട് PSC തന്നെ ഉദ്യോഗാർത്ഥികൾ അധികം മുഷിപ്പിക്കാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ചിട്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. അത്യാവശ്യം നമ്മുടെ ഒരു കണക്ക് പ്രകാരം ആളുകളെ മെയിൻ എക്സാം എഴുതിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു 60-65 മുകളിൽ കിട്ടിയ എല്ലാവർക്കും നിർബന്ധമായിട്ടും അവർ നന്നായിട്ട് പഠിച്ചോളുക, എഴുതാൻ പറ്റേണ്ടതാണ് മെയിൻസ്. ഞാൻ വീണ്ടും പറയുന്നു, ശരിയായിക്കൊള്ളുന്നില്ല. നിങ്ങൾ മറ്റുള്ള അധ്യാപകരെയൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് അത് ഇങ്ങനെ കാണുന്നതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ പറയുന്നത്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ മറ്റു ചില തസ്തികൾ ചോദിക്കും, ഇപ്പോ ലാബ് അസിസ്റ്റന്റ് എത്ര വരും സാറേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അപ്പൊ ഓരോന്നാണ്. എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ആ കട്ട് ഓഫിനെ കുറിച്ചുള്ള ചിന്ത എന്തായാലും നിങ്ങൾ എഴുതി. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്ര ഓരോരുത്തർക്കും അറിയാം. വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോ, ആരെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ തരും, ഇത്ര മാർക്ക് കിട്ടിയവർക്ക് പറ്റൂല്ലേന്ന്. തീർച്ചയായിട്ടും ഞാനും റിപ്ലൈ തരാൻ ശ്രമിക്കാം. അപ്പൊ ഇനി ASM അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം, അതുപോലെ ഈ വർഷം ഒരുപാട് 10th ലെവൽ എക്സാം ഇനി വരാൻ പോവുകയാണ്. നോട്ടിഫിക്കേഷൻ വരുന്നതുണ്ട്, അതുപോലെ തന്നെ നിലവിലുള്ളതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാം, ഇപ്പൊ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാമുകൾ, ഫോഴ്സിന്റെ പരീക്ഷയുണ്ട്. അപ്പൊ അതിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, ശരിയാണ്. പക്ഷെ അവിടെയൊക്കെ GK പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സെയിം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് ഞാനൊരു ടൈം ടേബിൾ തരികയാണ്. ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് ഇന്ന് മുതൽ, ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ദിവസം മുതൽ വേണമെങ്കിൽ ഫോളോ ചെയ്യാം, കൃത്യമായിട്ട് പഠിക്കാം. അപ്പൊ ഞാൻ ഫെബ്രുവരി 17-ാം തീയതി തിങ്കളാഴ്ച മുതലാണ് ടൈം ടേബിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളൊരു ബാച്ച് പോലെ ടെലഗ്രാമിലൂടെയാണ് കൂടുതലും ഈ കാര്യങ്ങളൊക്കെ നൽകുന്നത്. ഒരു ബാച്ച് പോലെ കൃത്യമായിട്ട് ഒരു 150 പേരുള്ള ഒരു ടീമായിട്ട് ഓൾറെഡി ഒരു ബാച്ച് ഫിൽ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 15-ാം തീയതി. ആവശ്യമുള്ളവർക്ക് ഞാൻ അവസാനം അതിന്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പൊ ഇത് ഞാൻ വീണ്ടും പറയുന്നു, ആ കോഴ്സിനെ കുറിച്ച് പറയാനല്ല ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും. യൂട്യൂബ് ഒക്കെ കണ്ടിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റു ആപ്പുകൾ ഉപയോഗിച്ച് പഠിക്കുന്നവരാണ്, എങ്ങനെ പഠിക്കുന്നവരാണെങ്കിലും എന്റെ മക്കളെ, നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ഫയൽ കയ്യിലുണ്ട്. നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചു, ഒരു പക്ഷേ LDCയും LGS ഒക്കെ കിട്ടാൻ വേണ്ടി ശ്രമിച്ചു, നടന്നില്ല. പോട്ടെ, നിർത്തരുത്. നമ്മള് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഇതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവും. ഇന്ന് നിങ്ങൾ കാണുന്ന നമുക്ക് ചുറ്റുള്ള ഒരുപാട് പേരിലെ ദിവസവും ജോലിക്ക് കയറുന്ന മോട്ടിവേഷൻ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാറില്ലേ? അവരൊക്കെ ഇതുപോലെ തന്നെയാണ്. 1, 2, 3 വർഷം കഠിന പ്രയത്നം ചെയ്തിട്ട് തന്നെയാണ് അവരെല്ലാം സ്വപ്നം കണ്ട ആ ഒരു ജോലി എത്തിച്ചേർന്നത്. അപ്പോ എല്ലാ സാറുമാരും നിങ്ങളോട് പറയുന്ന പോലെ നിങ്ങൾ നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കുക. റിവിഷൻ കൃത്യമായിട്ട് പരീക്ഷകൾ ഡെയിലി എഴുതി, പരീക്ഷ എഴുതി, റിവിഷൻ ചെയ്ത് ആ ടച്ച് വിടാതെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിനോടൊപ്പം ഒരു 4-5 മാസം നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ പരീക്ഷകളും ഏകദേശം എത്തും. ഇപ്പൊ ജൂലൈ മുതൽ അല്ലെങ്കിൽ ജൂൺ മുതലൊക്കെ പരീക്ഷകൾ ഉണ്ടാവും. പല പരീക്ഷകൾ ചെയ്യുന്നവരെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഈ പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു ചിട്ടയായിട്ട് ഒരു 100 ദിവസം കൊണ്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫെബ്രുവരി 17-ാം തീയതി മുതൽ ജൂൺ മാസം വരെയാണ് നമ്മുടെ ടൈം ടേബിൾ. ജൂൺ 30 അല്ലെങ്കിൽ ജൂലൈ 1-ാം തീയതി വരെ ഉണ്ടാവും. അപ്പൊ അവിടെ അതിനിടയിൽ തന്നെ ചിലപ്പോൾ നമ്മുടെ ടൈം ടേബിൾ തീരും. ആ ടൈം ടേബിൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഒരു 7 ദിവസം ടൈം ടേബിൾ കൃത്യമായിട്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ മാത്രം ഇത് ഫോളോ ചെയ്താൽ മതി, കേട്ടോ. അതിനിടയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നമ്മുടെ സിലബസ് അല്ലെങ്കിൽ സ്റ്റഡി പ്ലാനിൽ ഊന്നൽ കൊടുക്കുന്നത് മലയാളവും ഇംഗ്ലീഷും മാത്സിനുമാണ്. ഈ പരീക്ഷയ്ക്ക് എന്നല്ല, നിങ്ങൾ ഏതൊരു ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഇവിടുത്തെ മാർക്ക് പോലെ ഇരിക്കും നിങ്ങളുടെ റാങ്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പക്ഷേ പുതിയ കൂട്ടുകാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ആദ്യം തന്നെ പറയുന്നത്. അപ്പോ കൃത്യമായിട്ട് നമ്മുടെ ടീമിൽ, നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഞാനിതാ
ഒരു യെല്ലോ കളർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, ടാസ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. വൊക്കാബുലറി ഏരിയ ഇപ്പൊ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും, പ്രത്യേകിച്ച് മലയാളത്തിൽ നമുക്ക് ടീച്ചേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷിനും ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട്. അവരെല്ലാം ടെലഗ്രാമിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡെയിലി ഒരു 10-20 കാര്യങ്ങൾ പഠിക്കാൻ തരും. അത് എല്ലാ ദിവസവും പരീക്ഷയിൽ ഉൾപ്പെടുത്തും, വീക്കിലി റിവിഷൻ ചെയ്യും. അത്തരത്തിലാണ് നമ്മൾ ഇംഗ്ലീഷും മലയാളവും സെറ്റ് ചെയ്തിരിക്കുന്നത്. മാത്സും അതുപോലെ തന്നെയാണ്. ക്വസ്റ്റ്യൻ മിനിമം കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യിപ്പിക്കും. മാത്സ് എടുത്തു തീർന്നതല്ല, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകര് യൂട്യൂബിലൂടെ ഫ്രീ ആയിട്ട് ഇതെല്ലാം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ശരാശരി 5 വർഷം മുമ്പ് ഒരു സാർ എടുത്ത ക്ലാസ് നിങ്ങൾക്ക് ഇപ്പൊ യൂട്യൂബിൽ ലക്ഷക്കണക്കിന് വ്യൂസ് കാണാം. അത് തന്നെയാണോ അടുത്ത വർഷവും ഈ വർഷമൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടത്. ഇപ്പൊ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുമെങ്കിലും ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അതല്ലാതെ നമുക്ക് ഇതിന്റെയൊക്കെ കാമ്പ് അല്ലെങ്കിൽ കാതലായ കാര്യം സെയിം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ശരാശരി, ഭിന്നസംഖ്യ, LCM, HCF, ശതമാനം തുടങ്ങിയ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യണം. കുറച്ചൊരു 5-10 ചോദ്യമാണെങ്കിൽ ചെയ്തിരിക്കണം. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയുന്നു. മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും ഡെയിലി ടാസ്ക് ആണ്. അത് ഞാൻ ഓരോ ദിവസം, ഇപ്പൊ ഇന്ന് പദശുദ്ധിയാണ്, നാളെ ഒറ്റപ്പദമാണ്, മറ്റന്നാ പര്യായമാണെന്ന് പറയില്ല ടെലഗ്രാമിൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇത് പെയ്ഡ് ബാച്ചിനല്ലേ? ഫ്രീ ആയിട്ടുള്ളവർക്കും ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ തരും. മുഴുവൻ കാര്യങ്ങളും തരാൻ പറ്റില്ല. വേറൊന്നുമല്ല, ചെറിയൊരു എമൗണ്ട് വാങ്ങിയിട്ട് ഇപ്പൊ ഒരു 100 രൂപ ഒക്കെ മാസം നിങ്ങൾക്ക് ഇപ്പൊ റീചാർജ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ജോയിൻ ചെയ്യാം. ഈ പറഞ്ഞ മാസം ഒരു 100 രൂപ ഒക്കെ വലിയ പ്രയാസമാവുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള മാർഗവും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോ ചിലർക്ക് നമ്മൾ 50 രൂപയാണ്, 10 രൂപയാണ്, 100 രൂപയാണെങ്കിലും അതില്ലാത്തവരൊക്കെ ഒരുപാടുണ്ടാവും യൂട്യൂബിലൂടെ കാണുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2-3 വർഷം മുമ്പ് നമ്മൾ ഇതുപോലെ ടൈം ടേബിൾ അനുസരിച്ച് 3-4 മാസം ഫ്രീ ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് കൊടുത്താണ്. അന്ന് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള കാര്യം ഞാൻ പറയാം. അപ്പൊ അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്പറിനകത്തേക്ക്, നമ്പർ ഞാൻ തരാം കേട്ടോ, നമ്പറിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ്, അതായത് ഡെയിലി എക്സാം ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ടൈം ടേബിൾ ഇതാണ്. ഡേ 1 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജനുവരി മാസം 2025 തുടങ്ങുകയാണ്. അപ്പൊ ഡേ 1 എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുഴുവൻ ആകുമ്പോഴേക്കും 2025 ജനുവരി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. കൂട്ടുകാർക്ക് അറിയാം, നിങ്ങൾക്ക് ഈ സിലബസ് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 20 മാർക്ക് സി ആണ്. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ചാനലിനെ കുറിച്ച് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയാറില്ല പൊതുവെ. പക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട്, പ്രത്യേകിച്ച് LDC LGSന്റെ സമയത്തൊക്കെ 1000-നടുത്ത് ഉദ്യോഗാർത്ഥികൾ ടെലഗ്രാമിലൂടെ കറണ്ട് അഫയേഴ്സ് നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്ന് പഠിച്ചിരുന്നു. എല്ലാവരോടും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ, എല്ലാവർക്കും, സാധാരണ ഗ്രൂപ്പിലെ മുഴുവൻ ആളുകളും തൃപ്തരായിരിക്കില്ല. പറയും, ഞാനൊരു 50 രൂപ 100 രൂപ കൊടുത്തെങ്കിൽ എനിക്കത് മുതലായിട്ടുണ്ടെന്ന് തന്നെ പറയും. കാരണം ആകെ ഒരു 100 രൂപയായിരുന്നു വാങ്ങിയതെങ്കിലും അവർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് റിപ്പീറ്റ് ചെയ്ത് പോയിന്റുകൾ പറഞ്ഞ് അവരുടെ മനസ്സിൽ അത് തറച്ച് നിൽക്കുന്ന രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കും, ഫ്രീ ആയിട്ട് ടെലഗ്രാമിൽ ഒരുപാട് കറണ്ട് അഫയേഴ്സ് കിട്ടുന്നില്ലേ, PDF കിട്ടുന്നില്ലേ, യൂട്യൂബ് ഫ്രീ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടോളൂ. പക്ഷെ എഫക്റ്റീവ് ആയ ഒരു മെത്തേഡിൽ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി പ്രോപ്പർ റിവിഷൻ, മന്ത്ലി റിവിഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ തയ്യാറാക്കുന്ന ചില പ്രത്യേക ഇമേജ് ഒക്കെ, ചില അടിപൊളി PDF ഒക്കെ നൽകിയിട്ടുള്ള ഒരു ബാച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഈ ബാച്ച് ഈ 10th മെയിൻസ് കോഴ്സിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് പ്രത്യേക ബാച്ച് ഇല്ല. നിങ്ങൾ അതിനു വേണ്ടി പ്രത്യേക ഒരു 50 രൂപ തരട്ടെ ചോദിച്ച് മെസ്സേജ് അയക്കേണ്ട. ഈ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ 20 മാർക്ക് പക്കായാണ് നമ്മൾ കൃത്യമായിട്ട് 3 മാസം കൊണ്ട് പഠിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാമിന് ഉപയോഗിക്കാം, നിങ്ങൾക്ക് 10th ലെവൽ, +2 ലെവൽ, പോലീസ് പോലെ അല്ലെങ്കിൽ ഫയർമാൻ പോലുള്ള പരീക്ഷ ഉപയോഗിക്കാം. അപ്പൊ അക്കാര്യം മറക്കണ്ട. ഡെയിലി നമ്മൾ കറണ്ട് അഫയേഴ്സ് തരും. അത് 2024 കറണ്ട് അഫയേഴ്സും എല്ലാം നമ്മൾ ഇതിന്റെ കൂടെ ടൈം ടേബിൾ ആഡ് ചെയ്തിട്ടുണ്ട്. 2024 ഓരോ മാസവും ഈ അഡീഷണലി നമ്മൾ പഠിക്കുന്നതോടൊപ്പം പഠിക്കും. പിന്നീട് SCRT ആണ് എല്ലാ ദിവസവും നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിലേക്ക് 3 ചാപ്റ്റർ ഒക്കെ പഠിക്കാൻ പറ്റുമോ? ഇതാകെ 10 മിനിറ്റ് പഠിക്കാനേ ഉള്ളൂ. എത്രയേ ഉള്ളൂ? 10 മിനിറ്റ്. ചുമ്മാ പറഞ്ഞാൽ നിങ്ങൾ മറിച്ചിട്ട് നോക്കൂ. ഈ ഒരു ചാപ്റ്ററിനകത്ത് ചിലപ്പോൾ ആകെ 5 പോയിന്റ് പോലും ഉണ്ടാവില്ല. 5ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ പാഠമാണ്. പക്ഷെ 5 പോയിന്റ് നമ്മൾ വായിക്കണം. അതുകൊണ്ടാണ് ഞാനിത് ഉൾപ്പെടുത്തിയത്. വേണമെങ്കിൽ എനിക്കിത് ഒഴിവാക്കാമായിരുന്നു. 8ഉം 9ഉം 10ഉം ഒക്കെ പഠിപ്പിച്ചാൽ മതി. പക്ഷെ നമ്മളെല്ലാം പഠിക്കുകയാണ്. +1 +2 പാഠഭാഗങ്ങൾ വരെ നമ്മുടെ ടൈം ടേബിൾ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ്. അപ്പൊ അതുകൊണ്ട് വ്യാധികൾ പടരാതിരിക്കാൻ, ജലം നിത്യജീവിതത്തിൽ, ഒറ്റയൊരു ജീവിതം, ബേസിക് സയൻസ് ആണ് 3 ചാപ്റ്റേഴ്സ്. പെട്ടെന്ന് നമ്മളത് ക്ലാസ് ആയിട്ട് നൽകും. PDF നോട്ട് എന്ന് വെച്ചാൽ SCRT അതിന്റെ കട്ട് ചെയ്തിട്ടുള്ള ആവശ്യമുള്ള മാത്രം നല്ല അണ്ടർലൈൻ ചെയ്ത് ഭംഗിയുള്ള PDF നോട്ടും അതിന്റെ ക്ലാസ്സും ടെലഗ്രാമിലൂടെ ഞാൻ തന്നെയാണ് എടുക്കട്ടോ. എന്തുകൊണ്ടാണ് റെഡ് കളർ ഇത് മാറ്റി കൊടുത്തത്? GKയുടെ ചില ടോപ്പിക്കുകൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് യൂട്യൂബിലൂടെ നൽകും. നമ്മുടെ ഈ ഒരു ചാനലിലല്ല, നിങ്ങൾക്കറിയാം ഒരു സെക്കൻഡ് ചാനൽ നമുക്കുണ്ട്. ആ സെക്കൻഡ് ചാനലിലെ ക്ലാസ്സുകൾ കണ്ട, നിങ്ങൾ അതിന്റെ ലിങ്ക് ഒക്കെ ഇവിടെ ഉണ്ട്. PDF നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട, എടുത്തു വെച്ചിട്ടില്ല. ചില വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തതേ ഉള്ളൂ. ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും ഈ വരുന്ന ആഴ്ച ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ് ആണ്.
യൂട്യൂബിലൂടെ ഈ ക്ലാസ് എടുക്കും. നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. നിങ്ങൾ വേറെ ഏതെങ്കിലും യൂട്യൂബിലോ റാങ്ക് ഫയലൊക്കെ നോക്കിയിട്ട് ഹൈഡ്രജൻ ഓക്സിജൻ പഠിക്കുക. നദികൾ ഇപ്പൊ പെരിയാർ നദിയൊക്കെ എന്തിനാ മാഷ ഇങ്ങനെ എടുക്കുന്നത്? 1 മണിക്കൂർ ക്ലാസ് ആണ്, വളരെ വിശദമായിട്ട്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് വരെ പ്രയോജനപ്പെടും. അത് മതി എന്നല്ല, പ്രയോജനപ്പെടുന്ന രീതിയിലാണ് പെരിയാർ നദി എടുത്തിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക കേട്ടോ. ഈ വീഡിയോയുടെ ലിങ്ക് എവിടെ ഉണ്ടാവും? നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ കൊടുക്കും ഈ PDF. അതിനകത്ത് ടെലഗ്രാമിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തിടണം. നിങ്ങളൊന്ന് എല്ലാവരും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഉണ്ടാവും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തൊന്ന് കണ്ടു നോക്കൂ. വളരെ മനോഹരമായി പിക്ചർ വെച്ച് കഥ പറഞ്ഞ് പെരിയാർ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന പഠിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടാവില്ലേ എന്ന് എനിക്കറിയില്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കാണുക. ഡെയിലി നമ്മളൊരു 10 ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുക്കളും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതും ഈ പറഞ്ഞ ടെലഗ്രാമിലൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷിനും മലയാളത്തിനും നമ്മുടെ ഒരു കൂട്ടായ്മയിൽ ഞാൻ മാത്രമല്ല, അവരെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ പോകുന്നത്. മെന്റർമാർ 2 പേരുണ്ടാവും, അവരുടെ ഹെൽപ്പ് ഉണ്ടാവും. ഫുൾ ടൈം മെന്ററായിട്ട് ഫുൾ ടൈം ക്ലാസ് ആയിട്ട് ഞാൻ തന്നെ ഉണ്ടാവും. പക്ഷെ എന്നാലും അവരുടെ ഒരു ഹെൽപ്പ് ഉണ്ട്. അപ്പൊ ഒരു ടീം വർക്കാണ് നമ്മുടെ സ്ട്രൈക്കർ കോച്ചിങ് ടെലഗ്രാമിലൂടെ പോകുന്നത്. ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. എതിരഭിപ്രായമൊക്കെ ഉണ്ടായാലും അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഇതാണ് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും. ഡേ 2 എന്ന് പറഞ്ഞു പോവുകയാണ്. ഇതുപോലെ തന്നെ കേട്ടോ, ഓൾറെഡി എടുത്ത ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ അത്യാവശ്യം തരക്കേടില്ല എന്ന് എനിക്ക് തോന്നിയ നല്ല ക്ലാസ്സുകൾ മാത്രമാണ് ഞാൻ ലിങ്ക് തരുന്നത്. അല്ലാത്ത ക്ലാസ്സുകളെല്ലാം പുതുതായി വീണ്ടും എടുക്കും. ഈ ക്ലാസ്സിനകത്ത് ഒന്നും ഒഴിവാക്കാനില്ല, ഒന്നും ആഡ് ചെയ്യാനുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചൊക്കെ നന്നായിട്ട് തന്നെ പറയുന്ന ക്ലാസ് ആയതുകൊണ്ടാണ് അത് ഞാൻ തെളിയിച്ചത്. മനുഷ്യശരീരം, കണ്ണ്, അതുപോലെ SCERT മറ്റു 2 ചാപ്റ്റർ. നിങ്ങൾ ചിന്തിക്കും ജനുവരി മാസം കഴിഞ്ഞില്ലേ? ഇല്ല, ആഴ്ചയിൽ 5 ദിവസവും ആ 2025 ജനുവരിയിലെ ആദ്യത്തെ 5 ദിവസം, പിന്നത്തെ 4 ദിവസം, അങ്ങനെ നമ്മൾ ഓരോ 5-5 ദിവസത്തെ കൃത്യമായിട്ട് പഠിക്കുകയാണ് ദിവസവും. അത് രാവിലെ 5:30 നമ്മുടെ ക്ലാസ് ടെലഗ്രാമിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞ പെയ്ഡ് ബാച്ച് എടുക്കുന്നവർക്ക് 5:30 കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ടാവുക. ബാക്കി ക്ലാസിന്റെ ടൈമൊക്കെ നിങ്ങൾ ചിന്തിക്കും ടെലഗ്രാമിൽ ലൈവ് ആണല്ലോ, ചാറ്റ് ചെയ്ത് പോൾ അങ്ങനെ നമ്മൾ ആൻസർ ഒക്കെ കമന്റ് ചെയ്താണല്ലോ പഠിക്കുക. അപ്പൊ ഞങ്ങൾക്ക് ജോലിക്കാർക്ക് വരാൻ പറ്റില്ല ചിന്തിക്കേണ്ട, ഇതിന്റെയൊക്കെ റെക്കോർഡ് കിട്ടും, PDF കിട്ടും. ഓക്കെ, അപ്പൊ ഇത് മറക്കണ്ട. ഇതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബ് കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് കാണാം. മാത്സിന്റെ വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തരുന്നതാണ്. അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പഠിപ്പിച്ചും തരുന്നതാണ്. 10 ചോദ്യങ്ങൾ തരും. പിന്നെ ഡെയിലി ടാസ്ക് ആയിട്ട് ഇംഗ്ലീഷും മലയാളം തരുന്നുണ്ട്. നോക്കൂ, ഇതുപോലെ തന്നെയാണ് ഡേ 3. ഡേ 3ലേക്ക് വരുമ്പോൾ കോടതികളെ കുറിച്ച് കണ്ടോ. ഓൾറെഡി നമ്മൾ എടുത്ത ക്ലാസ് ആണ്. ക്ലാസ് 1, ക്ലാസ് 2, 3 ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. വീണ്ടും പറയുന്നു, നമ്മുടെ ഈ ഒരു ചാനൽ, സെക്കൻഡ് ചാനൽ കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. കാരണം അതിനകത്ത് പക്ക നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടാവൂ. ഇതുപോലത്തെ PSC അപ്ഡേഷൻസ് അല്ലെങ്കിൽ മറ്റു ചില വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. ഓൺലി ക്ലാസ് മാത്രമാണ് ആ യൂട്യൂബ് ചാനൽ ഉണ്ടാവുക. ഓക്കെ, പോക്സോ ആക്ട് ഒക്കെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ വരാൻ 3 ആഴ്ച ഞാൻ ക്ലാസ് എടുക്കും. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും എല്ലാ പരീക്ഷകൾക്കും, +2 ലെവൽ, ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ടൈം ടേബിൾ. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. ഡേ 4 സമയത്ത് ഫിസിക്സ് ഉണ്ട്, അയിരുകളും ധാതുക്കളും ഉണ്ട്. അതുപോലെ തന്നെ ഇതാ വൈസ്രോയിമാർ ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ. ബാക്കി ക്ലാസ് ഉണ്ട്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയില്ല, നിങ്ങൾ കണ്ടു നോക്കുക. നല്ല മനോഹരമായിട്ട് മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ വേൾഡ് ഹിസ്റ്ററിയുടെ ക്ലാസ് നിങ്ങൾക്കറിയാം, പല പ്ലാറ്റ്ഫോമിൽ ഞാൻ വേൾഡ് ഹിസ്റ്ററി എടുത്തിട്ടുണ്ട്. ഓഫ്ലൈൻ സെന്ററിലാണ് ഒരുപാട് എടുത്തിട്ടുണ്ട്. ഒരുപാട് നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടാറുണ്ട് പിള്ളേരുടെ അടുത്ത്. അപ്പൊ അതും പരമാവധി അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പുതിയ ക്ലാസ്സുകളായിട്ട് എടുക്കും. അതെല്ലാം നിങ്ങൾക്ക് മുഴുവൻ ഏരിയ സെറ്റ് ആയിട്ട് 1-2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മെയിൻ എക്സാമിന് വന്നാൽ അത് കിട്ടത്തക്ക രൂപത്തിലാണ് കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷനും ഇന്ത്യൻ ഭൂപ്രകൃതിയും ഒക്കെ ക്ലാസ് ആയിട്ട് വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ടൈം ടേബിൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ടെലഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യം കൂടി ഞാൻ ആദ്യമേ പറയാണ്. ഈ വീഡിയോയുടെ ലിങ്ക്, അതുപോലെ തന്നെ എക്സാം നിങ്ങൾക്ക് തരില്ല. എക്സാം ഈ പറഞ്ഞ പെയ്ഡ് ബാച്ച് എടുത്തവർക്ക് മാത്രമാണ് ഡെയിലി എക്സാം. അതായത് ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം നമ്മൾ പഠിച്ചിട്ട് അന്ന് രാത്രി 10 മണിക്ക് എക്സാം എഴുതും. അപ്പൊ അങ്ങനെ എക്സാം എഴുതാൻ ആവശ്യമുള്ളവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി താല്പര്യമുള്ളവർക്ക് ഇതാ ഈ ഒരു നമ്പറിനകത്തേക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു എമൗണ്ട് ആണ് നിങ്ങൾ ഒരുമിച്ച് കൊടുക്കുന്നത്, നിങ്ങൾക്ക് അത്രേ ആവുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ഫെബ്രുവരി 15 തീയതിയാണ് ടെലഗ്രാമിലൂടെ നമ്മുടെ ക്ലാസ്സുകളും സ്റ്റഡി പ്ലാനും ടൈം ടേബിളും മെന്റർഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ മറന്നു പോകണ്ട ഈ കാര്യങ്ങൾ 5. ഇനിയിപ്പോൾ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ടൈം ടേബിളും കാണിച്ചു തരാം. ഞാനത് വീക്ക്ലി നമ്മുടെ ടെലഗ്രാമിൽ നൽകുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം ടൈം ടേബിൾ ആദ്യം തന്നെ തരും. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഏത് സമയത്തും വിളിക്കാനും എന്താക്കാനും മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശനിയാഴ്ച നമുക്ക് റിവിഷൻ ആണ് വരുന്നത്. ഞായറാഴ്ചകൾ നമുക്ക് SCERTക്ക് പ്രത്യേകം ഒരു എക്സാം, കറണ്ട് അഫയേഴ്സിന് പ്രത്യേകം ഒരു എക്സാം, അതുപോലെ തന്നെ മറ്റു ചില സ്പെഷ്യൽ 100 മാർക്കിന്റെ മാതൃകാ പരീക്ഷകൾ, ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റണം. നിങ്ങൾ ഒരു തരത്തിലും
ടെൻഷൻ അടിക്കേണ്ട. പ്രിലിംസ് കഴിഞ്ഞു, വരുന്ന മാർക്ക് വരട്ടെ. നിങ്ങൾ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പരീക്ഷ ലക്ഷ്യം വെച്ച് പഠിക്കുകയാണെങ്കിൽ അങ്ങ് പഠിക്കുക. ഓക്കെ, കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചിരിക്കാതെ വരാൻ പോകുന്ന പരീക്ഷകൾ ASM-നൊക്കെ നിങ്ങൾക്കറിയാം സ്പെഷ്യൽ ടോപ്പിക് ഇല്ല. അപ്പം എല്ലാത്തിനും ഒരു സെയിം സിലബസ് ആണ്. നന്നായിട്ട് പഠിക്കുക മക്കളെ. നമുക്ക് ഈ വർഷം നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലിയിൽ നല്ല മാർക്ക് നേടണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം, ചിട്ടയായിട്ട് പഠിക്കണം, ഡെയിലി പരീക്ഷകൾ എഴുതണം, ഡെയിലി ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കണം. ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്കും ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റും. ദിവസം ഒരു 2 മണിക്കൂർ മാത്രം ഫോളോ ചെയ്താൽ ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് സുഖമായിട്ട് 100 ദിവസം എത്തിക്കാൻ പറ്റും. നമ്മുടെ സിലബസ് തീർക്കാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു.